Hello students, Assalamu alaikum. Welcome to Razia'z Amarli Max. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ എക്സാമിന്റെ ഡേറ്റ് എല്ലാം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് ഇസ് April 26-നാണ് നിങ്ങളുടെ ടേം 2 സ്റ്റാർട്ട് ചെയ്യുക. സോ അതിന് മുന്നോടിയായിട്ട് അതിലെ നമ്മുടെ മാത്സ് സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സ് പേപ്പറിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഓക്കെ ഈ 2 മാസം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്രാഷ് കോഴ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾറെഡി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ച ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന്റെ ഒരു മെത്തഡോളജി, എന്തെല്ലാം പോർഷൻസ് കവർ ചെയ്യും, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ അതിനുള്ള റിപ്ലൈ തരാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മൺഡേ ആണ്. ദാറ്റ് ഈസ് 28th of February 2022. ആൻഡ് അതിന്റെ ഒരു മെത്തഡോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് ടേം 2-ൽ വരുന്നത് മൊത്തം 7 ചാപ്റ്റേഴ്സ് ആണ്. അപ്പോ ഈ 7 ചാപ്റ്റേഴ്സും നമ്മൾ ഈ 2 മാസം കൊണ്ട് ഇനി കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ചാപ്റ്റർ പോലും വിട്ട് കളയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഈച്ച് ആൻഡ് എവറി ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് റിവിഷൻ ഉണ്ടായിരിക്കും. ആൻഡ് ആ ഒരു മെത്തഡോളജി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ആ ചാപ്റ്ററിനെ പറ്റിയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ, ദാറ്റ് ഇസ് ആ ചാപ്റ്ററിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുന്നു, എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന രീതിയിൽ ഒരു ക്ലാസ് ഉണ്ടായിരിക്കും. അതിനുശേഷം ഓരോ ചാപ്റ്ററിന്റെയും സിമ്പിൾ ടു കോംപ്ലക്സ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്തു പോകുന്നത്. ദാറ്റ് ഈസ് ഒരു ദിവസം 1 മാർക്ക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, അടുത്ത ദിവസം 2 മാർക്ക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, അടുത്ത ദിവസം 3 മാർക്ക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, അങ്ങനെ ഇങ്ങനെ ലെവൽ കയറി പോകുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ബെനിഫിറ്റ് എന്തെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ചാപ്റ്ററിന്റെയും കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈച്ച് ആൻഡ് എവറി കോൺസെപ്റ്റ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് മെത്തഡോളജി ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് നമുക്ക് ഇതിൽ എന്തെല്ലാമാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. സോ ആദ്യം തന്നെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ് ആണ്. അതായത് റെക്കോർഡഡ് ക്ലാസ് അല്ല നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നേരിട്ട് ഞാൻ തന്നെ എല്ലാ ദിവസവും, ദാറ്റ് ഈസ് മൺഡേ ടു ഫ്രൈഡേ, ഒരാഴ്ചയിൽ മൺഡേ ടു ഫ്രൈഡേ വരെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 7 മണി മുതൽ 8:30 വരെ 1.5 hour ഓഫ് ഡ്യൂറേഷൻ വരുന്ന രീതിയിലാണ് ക്ലാസ് ഉണ്ടാവുക. ആൻഡ് ഇറ്റ്സ് എ ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്. ഞാൻ തന്നെ നേരിട്ടാണ് എടുക്കുന്നത്. നോ റെക്കോർഡഡ് ക്ലാസ് ആണ്. ഓക്കെ, റെക്കോർഡഡ് ക്ലാസ് അല്ല. പിന്നെ ഒരു ബെനിഫിറ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഓരോ ദിവസത്തെ ക്ലാസിന്റെയും റെക്കോർഡിങ്സ് അത് കഴിഞ്ഞതിന് ശേഷം ക്രാഷ് കോഴ്സിലുള്ള കുട്ടികൾ ഉൾപ്പെടുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇപ്പൊ അഥവാ ഒരു കുട്ടിക്ക് ഒരു ദിവസം ആ ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോലും പിറ്റേ ദിവസത്തെ ക്ലാസ്സിന് കയറുന്നതിന് മുന്നേ തലേ ദിവസത്തെ ക്ലാസിന്റെ റെക്കോർഡിങ്സ് കണ്ടിട്ട് കയറാം. അപ്പൊ അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടെ കൊണ്ട്. സോ ഇറ്റ്സ് എ ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്. ആൻഡ് മെയിൻ ആയിട്ടുള്ള കാര്യം ഇത് ഇൻഡിവിജ്വൽ ക്ലാസ് അല്ല, ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് ആയിട്ടുള്ള ക്ലാസ് ആണ് വരുന്നത്. എൻക്വയറീസ് വരുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇൻഡിവിജ്വലി എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ആൻഡ് ഇൻഡിവിജ്വലി അല്ല നമ്മുടെ ക്രാഷ് കോഴ്സ്, ഇറ്റ്സ് എ ഗ്രൂപ്പ് ക്ലാസ്. ആൻഡ് അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഇതെന്ന് പറഞ്ഞാല് എല്ലാവരുടെയും ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയി പോകും. കാരണം ഇപ്പോൾ ഒരു കുട്ടി ഡൗട്ട് ചോദിക്കാൻ മടിച്ചാലും മറ്റ് നല്ല രീതിയിൽ ചോദിക്കുന്ന കുട്ടികൾ ചോദിക്കുമ്പോൾ എല്ലാവരുടെയും കൂടി ഡൗട്ട്സ് ക്ലിയർ ആയി പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഇന്ററാക്റ്റീവ് ക്ലാസ്. ആൻഡ് ഇതില് നമ്മള് ചാപ്റ്റർ വൈസ് ഡിസ്കഷൻ ഉണ്ടായിരിക്കും. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ സ്റ്റഡി നോട്ട്സും വർക്ക്ഷീറ്റ്സും ഉണ്ടായിരിക്കും, പിന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ. അതായത് ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന സെക്ഷൻ അല്ലെങ്കിൽ പോലും കുട്ടികൾക്കുള്ള ഡൗട്ട്സ്, ഓക്കെ, ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഡൗട്ട് ക്വസ്റ്റ്യൻസ് ഇവർ എനിക്ക് അയച്ചിട്ടാല് നമ്മുടെ മൺഡേ ടു ഫ്രൈഡേ വരെയുള്ള ക്ലാസ്സിൽ ഫ്രൈഡേ എന്ന് പറയുന്ന ദിവസം നമ്മുടെ സ്റ്റുഡൻസിന്റെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ആണ്. അതിപ്പോ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാഠത്തിൽ നിന്ന് തന്നെ ആകണം എന്നില്ല. കുട്ടികൾ എനിക്ക് വാട്സാപ്പിൽ പേഴ്സണലി അയക്കുന്ന ഡൗട്ട്സ് ആയിരിക്കും അന്നേ ദിവസം ക്ലിയർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് എ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ. ആൻഡ് പിന്നെ ഇത് ഞാൻ പറഞ്ഞതുപോലെ ക്ലാസ് റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സോ അപ്പൊ നമ്മുടെ ഈ ക്രാഷ് കോഴ്സിന്റെ ഫീസ് എങ്ങനെയാന്ന് വെച്ചാൽ 999 ആണ്. അതായത് ഈ ക്രാഷ് കോഴ്സിന്റെ ടോട്ടൽ ഫീസ് ആണ് 999 എന്ന് പറയുന്നത്. ഓരോ മന്ത്ലി അല്ല, ദാറ്റ് ഇസ് 2 മാസത്തേക്കാണ് നമ്മൾ ക്രാഷ് കോഴ്സ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. April 26-ന് സ്റ്റാർട്ട് ചെയ്യുന്ന എക്സാമിന് വേണ്ടിയിട്ട് 2 മാസത്തെ ക്രാഷ് കോഴ്സ്. സോ ഈ കംപ്ലീറ്റ് ആയിട്ട് ഈ 2 മാസത്തേക്കുള്ള ഫീസ് ആണ് 999 എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ടോട്ടൽ കോഴ്സ് ഫീ ആണ്. സോ ടേം 2-ന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നവർക്കും അതുപോലെ പ്രിപ്പയർഡ് ആണ്, ലാസ്റ്റ് ഒരു റിവിഷൻ മതി എന്ന് തോന്നുന്നവർക്കും നമ്മുടെ ക്രാഷ് കോഴ്സ് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവര് ഈ വീഡിയോയുടെ താഴത്തെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് നമ്പർ, ദാറ്റ് ഇസ് കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ പ്രൊവൈഡ് ഇൻ ദ സ്ക്രീൻ ഹിയർ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.